നമസ്കാരം. യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതി റിബലുകളും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വിഷയമൊക്കെ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലും അമേരിക്കയും ഒക്കെ നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നഷ്ടം ഹൂതി വിമതർക്ക് ഉണ്ടായിരുന്നു. യമൻ കേന്ദ്രീകരിച്ചാണ് ഈ സായുധ സംഘം പ്രവർത്തിക്കുന്നത്. ഹമാസ് പോലെ ഹിസ്ബുള്ള പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഈ ഹൂതി വിമതർ എന്ന് പറയുന്നത്. അവർ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് പല ഘട്ടങ്ങളിലും ഭീഷണിയായിട്ടുണ്ട്. പ്രധാനമായും കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം, മിസൈൽ ആക്രമണം ഈ അടുത്ത കാലത്ത് ഹൂതി വിമതർ നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ചരക്ക് നീക്കങ്ങൾ ആശങ്കയിലാകുന്ന സാഹചര്യം പോലും എത്തി. അങ്ങനെയാണ് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുന്നതും ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇടപെടുന്നതും. ഇസ്രായേലും ഹമാസുമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേലും ഹിസ്ബുള്ളയുമായിട്ടുള്ള പ്രശ്നം വരുമ്പോഴുമൊക്കെ ഹൂതി വിമതരുടെ ആക്രമണം, റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹൂതി വിമതരെ സഹായിക്കുന്നത് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇറാന് നേരെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയത്. അതിനുശേഷം അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു. ഇതെല്ലാം ആയപ്പോൾ ഇറാൻ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇറാൻ ഇപ്പോൾ വലിയ രീതിയിൽ തലപൊക്കാത്ത ഒരു രാജ്യം കൂടിയാണ്. ഇറാൻ്റെ ആണവ പരീക്ഷണം അവസാന ഘട്ടത്തിലോട് അടുത്ത് നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നത്. അമേരിക്കയും ബങ്കർ ബസ്റ്റർ ബോംബുകൾ അടക്കം നിക്ഷേപിച്ചുകൊണ്ട് ഇറാൻ്റെ ആണവ സാധ്യതയെ ഇല്ലാതാക്കി കളയുന്നതും നമ്മൾ കണ്ടതാണ്. ഈ ഹൂതി വിമതരുടെ സേനാ മേധാവി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 28 ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. ഈ വ്യോമാക്രമണത്തിൽ ഹൂതി കമാൻഡറായിട്ടുള്ള, അല്ലെങ്കിൽ ഹൂതിയുടെ സേനാ മേധാവിയായിട്ടുള്ള മേജർ ജനറൽ മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഖാമറാണ്. അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. പിന്നീട് ഈ പരിക്കിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഇയാൾ മരിച്ചത് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇയാളുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഹൂതി വിമതരെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതായത് ഹൂതി വിമതരും ഇപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. തങ്ങളുടെ സേനാ മേധാവി ഇങ്ങനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒരു സീരീസ് ഓഫ് അറ്റാക്ക് തന്നെ ഈ സമയത്ത് ഓഗസ്റ്റ് മാസം 28 നടന്നിരുന്നു. ആ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. ആ പരിക്കിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇയാൾ മരിച്ചു എന്നാണ് ഇപ്പോൾ ഹൂതി വിമതർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വിമതരുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രിയും ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത്. അതായത് മറ്റ് നരകത്തിലേക്ക് പോയ മറ്റ് ഹൂതി പോരാളികളോടൊപ്പം ഇപ്പോൾ ഇതാ ഈ ഹൂതി വിമതരുടെ കരസേനാ മേധാവിയും ഇപ്പോൾ നരകത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ കുറിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും ഹൂതി വിമതരെ അടക്കം പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ ജൂൺ മാസം 12 ഇദ്ദേഹത്തെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ആക്രമണത്തിൽ നിന്ന് മുഹമ്മദ് അബ്ദുൽ കരീം എന്ന ഹൂതി കരസേനാ മേധാവി രക്ഷപ്പെട്ടിരുന്നതാണ്. പിന്നീട് ഓഗസ്റ്റ് 28 നടന്ന ആക്രമണത്തിലാണ് ഇയാൾക്ക് പരിക്കേൽക്കുന്നത്. പരിക്കേറ്റ ഉടൻ തന്നെ ഇയാൾ മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര നാൾ ചികിത്സയിലിരുന്നു, എന്നാണ് ഇദ്ദേഹം മരിച്ചത് എന്നൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ മരണവിവരം ഹൂതി വിമതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽ മന്ത്രി അവരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.